ഇപ്പോൾ വിൻസ്ക്രീൻ ഇല്ലാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മൈക്ക് ടെസ്റ്റ് 1 2 3 മൈക്ക് ടെസ്റ്റ്. Hi guys, it's me Farhan bin Fazil here and welcome back to MalluDiscoveryTV. ഇന്ന് കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ന്യൂ സോണി ZV-1. അതെ, ഞാൻ ഒരു പുതിയ ക്യാമറ എടുത്തു. ഒരു 4-5 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ ക്യാമറ വാങ്ങിയ ഒരു പോസ്റ്റ്. അതിൻ്റെ റിവ്യൂ സൂൺ ഇടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 4, 5, 6 ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ 6 ദിവസം ആയേക്കാം. അപ്പോൾ അത്രയും ഡേയ്സ് ഞാൻ എടുത്തു. പൊതുവേ എനിക്കൊരു പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ക്വിക്കായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ മേ ബി വിത്തിൻ എ ഡേ. അപ്പോൾ അത്രയും പെട്ടെന്ന് റിവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ ഞാൻ 4 to 5 days എടുത്തു. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാമറയിലോട്ടേക്ക്. അപ്പോൾ അതിൻ്റെ ഡെപ്തായിട്ട് എനിക്ക് പഠിക്കണം, അങ്ങനെ പെട്ടെന്ന് എനിക്ക് റിവ്യൂ ചെയ്യാൻ കഴിയില്ല. അതാണ് കുറച്ച് ഡിലേ വന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു നല്ല ക്യാമറ എടുക്കണം, അതും യൂട്യൂബ് റവന്യൂ യൂസ് ചെയ്തിട്ട് തന്നെ ക്യാമറ എടുക്കണം എന്നുള്ള ഒരു സ്മോൾ ഡ്രീമായിരുന്നു. അത് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു താങ്ക് മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നിങ്ങൾ കാരണമാണ് ഈ ഒരു ക്യാമറ എനിക്ക് എടുക്കാൻ പറ്റിയത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, എന്തുകൊണ്ട് ഞാൻ ഈ ക്യാമറ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് മറ്റുള്ളത് സെലക്ട് ചെയ്തില്ല, അതൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്യും. സോ ഈ വീഡിയോയിൽ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആയിരിക്കും, അതേപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ തന്നെയാണ്. കാരണം ഈ ഒരു ക്യാമറ ഞാൻ 3 to 4 days ഞാൻ അടിപൊളിയായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പോരായ്മകളും അതേപോലെ തന്നെ നല്ല വശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാമറയെ പറ്റി നിങ്ങൾക്ക് ഒരു ഡെപ്ത് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്യാമറ സെലക്ട് ചെയ്യാനുള്ള കാരണം, ദ മെയിൻ റീസൺ, അതായത് ഇതൊരു വ്ളോഗിങ് എഡിഷൻ അല്ലെങ്കിൽ ഫോർ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്നെ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറക്കിയ ഒരു ക്യാമറയാണ് സോണി ZV-1. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഫോക്കസിങ്ങിൻ്റെ സ്പീഡ് കണ്ട ബ്ലേസിങ് ഫാസ്റ്റാണ്. അതായത് എൻ്റെ ഫേസ് അല്ല ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് എൻ്റെ മുഖം കാണിച്ചാലും ഇവിടെ ഫോക്കസ് ഉണ്ട്, എൻ്റെ മുഖത്ത് ഫോക്കസ് ആയില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസായി. അതായത് പ്രൊഡക്റ്റ് ഷോക്കേസിംഗ് ആണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. അതായത് എന്താണോ ക്യാമറയ്ക്ക് ലെൻസിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്നത് അത് പെട്ടെന്ന് ഫോക്കസ് ആവും, അത്രയും സ്പീഡാണ്. അപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഫോക്കസിങ് എനിക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അത് ക്വിക്കായിരിക്കണം. അപ്പോൾ ഒരുപാട് റിവ്യൂ കണ്ടപ്പോഴൊക്കെ എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചത് ഈ ഒരു ഫോക്കസിങ് സ്പീഡാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇതിൻ്റെ 3 capsule ഇൻബിൽറ്റ് മൈക്ക്. വ്ളോഗിങ്ങിനൊക്കെ അത്യാവശ്യം ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ലെവലിയർ മൈക്ക് എടുത്ത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ കഴിയില്ല, വയേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു ബിൽറ്റ് ഇൻ 3 capsule അടിപൊളി മൈക്കാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിൻ്റെ ഇൻബോക്സിൽ തന്നെ എനിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ എഡിഷന് ഒരു വയർലെസ് ഗ്രിപ്പ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ആണ്. ഇതിൽ ഫോട്ടോ ബട്ടൺ, വീഡിയോ ബട്ടൺ, സൂം ഇൻ ആൻഡ് ഔട്ട്, അത്യാവശ്യം ബട്ടൺസൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ അൺബോക്സിങ് ടൈമൊക്കെ പറഞ്ഞുതരാം. അത് മെയിൻ തിങ്. മറ്റൊരു കാര്യം, അതായത് ഫ്ലിപ്പബിൾ സ്ക്രീൻ. എനിക്ക് എന്നെ തന്നെ കണ്ട് സംസാരിക്കാം. ആദ്യമേ എൻ്റെ അനിയൻ്റെ സഹായം തേടാറുണ്ട്. അതായത് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയിൽ എന്ത് ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് എനിക്ക് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാം. അതായത് സ്ക്രീനിൽ എത്രത്തോളം ഞാനുണ്ട് ഒരു ചെറിയൊരു ഐഡിയ എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ കണ്ടുകൊണ്ട് വ്ളോഗ് ചെയ്യാനും മറ്റൊരാളെ സഹായം ഇപ്പോൾ വേണ്ട. ഇപ്പോൾ തന്നെ ഞാൻ ട്രൈപോഡിൽ വെച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് എന്നെ കാണാം, സ്ക്രീനിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എനിക്ക് കാണാം. പിന്നെ അടുത്തൊരു ഫീച്ചറാണ് ബൊക്കെ മോഡ്, അല്ലെങ്കിൽ സിംഗിൾ ടാപ്പ് കൊണ്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും. അതേപോലെ ബൊക്കെ മോഡ് അല്ലെങ്കിൽ ഡീഫോക്കസ്, അതായത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് മാറ്റാം. അതായത് ഇതിൻ്റെ അപ്പർച്ചർ 1.8 പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് ബാക്കിയെല്ലാം ഓവർ റൈഡ് ചെയ്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. നമുക്കൊന്ന് ഓണായിട്ട് നോക്കാം. ഇപ്പോൾ ഡീഫോക്കസ് ഓണായിരിക്കുകയാണ്. അതായത് എൻ്റെ ഫേസ് ആക്ച്വലി ഫോക്കസായി, ബാക്ക്ഗ്രൗണ്ടൊക്കെ പക്ക ബ്ലർ. എങ്ങനെയുണ്ട്? ഇപ്പോൾ ആദ്യം ഞാൻ പേടിച്ചിരുന്നു, അതായത് സാംസങ്ങിലൊക്കെ ഇറങ്ങിയ പോലെ ഒരു സോഫ്റ്റ്വെയറിലൂടെ ബ്ലർ ചെയ്യിക്കുന്നതായിരിക്കും. പക്ഷേ അല്ല, ഇതിൽ അപ്പർച്ചർ ആക്ച്വലി ഏറ്റവും ലോവസ്റ്റ് ആക്കി, അതായത് ലെൻസ് കൊണ്ട് തന്നെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ വേണ്ടി ആക്ച്വലി അതായിരിക്കും എല്ലാം ഓവർ റൈഡ് ചെയ്ത് വർക്ക് ചെയ്യുക. ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് അത്, ഈ ഒരു ചെറിയ ക്യാമറ. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത ഒരു ഫീച്ചറാണ് ഇതിൻ്റെ സൈസ്. അതായത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈസ്. അതായത് എൻ്റെ ഫോണിനേക്കാൾ ചെറുതാണിത്. എനിക്ക് ഈസിലി പോക്കറ്റിലിട്ടത് പെട്ടെന്ന് എടുത്ത് ഷൂട്ടിങ് തുടങ്ങാം. അതായത് DSLR പോലെ എനിക്ക് വലിയ ലെൻസോ
അതായത് വലിയ ക്യാരിങ് കേസോ ബാഗോ ഒന്നും വേണ്ട, ജസ്റ്റ് പോക്കറ്റിലിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങാം. അത്രയും ചെറുതാണ്, കോമ്പാക്റ്റ്, അതായത് അത്രയും കോമ്പാക്റ്റ് ആണ്. ആകെ ഇതിൽ പോരായ്മ എനിക്ക് തോന്നിയത് എനിക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ലെൻസ് എനിക്ക് ഇൻ്റർചേഞ്ചബിൾ അല്ല, ഫിക്സഡ് ലെൻസാണ്, പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിൽ അങ്ങനെയാണ്. ആ ഒരൊറ്റ പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമല്ല, അത് അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത്. എന്തായാലും ഈ അടുത്തൊന്നും ഞാൻ അപ്ഗ്രേഡ് ചെയ്യാമെന്നില്ല, പിന്നെ നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ ഫോർ നൗ എനിക്ക് ബെസ്റ്റായി തോന്നിയിരിക്കുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വളരെയധികം ഇമ്പ്രസ് ചെയ്തു. ആൻഡ് സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കഴിഞ്ഞ 3-4 ദിവസം യൂസ് ചെയ്തിട്ട് എന്നെ ഒന്നും തന്നെ നിരാശപ്പെടുത്തിയില്ല. പിന്നെ ഒരു കുറവ് തോന്നിയത് ഇതിൻ്റെ ഒരു ചാർജിങ് കേസ് കിട്ടിയില്ല. ക്യാമറ തന്നെ പ്ലഗിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യണം. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് ഇതിൽ ഇൻബിൽഡ് 3.5mm മൈക്ക് ജാക്ക് ഉണ്ട്. അതായത് എൻ്റെ ഫേവറേറ്റ് മൈക്ക്, ഇതേപോലെ ലെവലിയർ മൈക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു ഫേവറേറ്റ് മൈക്ക് ഉണ്ടെങ്കിൽ അത് സാക്രിഫൈസ് ചെയ്യാണ്ട് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾ ഇൻ വൺ മെഗാ പാക്ക്, കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു പാക്ക് തന്നെ എന്ന് പറയാം. അതായത് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈ ക്യാമറയിൽ പാക്ക്ഡ് ആണ്. കൂടുതൽ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർലേ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടു. നമ്മൾക്ക് ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് കാണാം. അതായത് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ കിട്ടുന്നു, ഇന്ത്യയിൽ നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുന്നു. എനിക്കിത് ആമസോണിൽ നിന്ന് കിട്ടിയത് 70,000-നാണ്, അതായത് 69,990 റുപ്പീസിനാണ്. അപ്പോൾ ഈ ഒരു ക്യാഷ് കൊടുത്തതിന് എന്തൊക്കെ നമുക്ക് ബോക്സിന് ഇൻബിൽഡ് ആയിട്ട് കിട്ടും, അതായത് ഇൻബോക്സ് ആയിട്ട് എന്തൊക്കെ കിട്ടും എന്നൊക്കെ നമുക്ക് അൺബോക്സിൽ കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ പിക്ചർ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് എല്ലാം തന്നെ ലേറ്റർ ഓൺ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലെ എല്ലാ ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഗൂഗിൾ ഡ്രൈവിലാക്കി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, എപ്പോഴും ഞാൻ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇനി മുതൽ എൻ്റെ ക്യാമറ ഇതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ബോക്സ്. സോ കണ്ടൻറ് ക്രിയേഷൻ കിറ്റുന്നൊക്കെ വലിയ ടാഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഡിസൈനഡ് ഫോർ ബ്ലോഗിംഗ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതൊരു കിറ്റാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളാണ്, അതായത് ക്യാമറ, പിന്നെ ഇതിൻ്റെ വയർലെസ് ട്രൈപോഡ്, പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററിയും വരുന്നുണ്ട്. നമ്മളിത് സെപ്പറേറ്റ് എടുക്കുമ്പോൾ 10,000 എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ ക്യാമറൻ്റെ അകത്ത് 64 GB ഒരു മെമ്മറി കാർഡും ഉണ്ട്. നമ്മൾ ഈ വയർലെസ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ 10,000, ബാറ്ററി സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ 2,500 ഒക്കെ വരുന്നുണ്ട്. മെമ്മറി കാർഡ് സോണിയുടെ 64 GB ആണ് കിട്ടിയിട്ടുള്ളത്, ക്ലാസ് 10. പിന്നെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 2 years ആണ് വാറണ്ടി വരുന്നത്. പിന്നെ വിൻഡ് ഫിൽറ്ററും അതേപോലെ 1240 mAh ഒരു ബാറ്ററിയും. കേബിൾ ടൈപ്പ് സി കൊടുക്കാമായിരുന്നു, പക്ഷേ നോർമൽ USB ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഒരു എക്സ്ട്രാ ബാറ്ററിയും ഉണ്ട് സെപ്പറേറ്റ് ബോക്സിൽ. നൗ ലെറ്റ്സ് റോൾ. ഇതാണ് നമ്മൾ സോണി ZV-1. 24-70mm ആണ് ഇതിൻ്റെ ലെൻസ് വരുന്നത്. അതേപോലെ തന്നെ അപ്പർച്ചർ f1.8 to 2.8 ആണ് വരുന്നത്. 20.1 മെഗാപിക്സലുടെ 1" എക്സ്മോർ RS CMOS സെൻസറാണ് ഇതിൽ വരുന്നത്. സൈഡിലൊരു റബ്ബർ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ വളരെ ചെറുതായതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ഗ്രിപ്പ് കിട്ടില്ല. സോ ഒരു ടാഗ് വാങ്ങി ഇടുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഏറ്റവും വലിയ സ്വിച്ച് ഈ റെക്കോർഡ് ബട്ടൺ തന്നെയാണ്. പിന്നെ സൂം ഇൻ, സൂം ഔട്ട്, അതേപോലെ തന്നെ ഓൺ ഓഫ് ബട്ടൺ, മോഡ്, പിന്നെ വലിയ 3 ക്യാപ്സ്യൂൾ ഇൻബിൽറ്റ് മൈക്കാണ്. പവേർഡ് ഹോട്ട് ഷൂ കൊടുത്തിട്ടുണ്ട്. അതായത് സോണിയുടെ ആക്സസറീസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് എക്സ്റ്റേണൽ മൈക്കൊക്കെ. ഇൻബോക്സിൽ കിട്ടിയിട്ടുള്ള വിൻഡ് ഷീൽഡും ഇവിടെ ഘടിപ്പിക്കാവുന്നതാണ്. അതായത് എക്സ്ട്രാ നോയ്സൊക്കെ റിഡക്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഷീൽഡ് യൂസ് ചെയ്യുന്നത്. ബട്ടൺസൊക്കെ ആസ് യൂഷ്വൽ സോണിയുടെ ഹൈ ക്വാളിറ്റി ബട്ടൺസ് ആണ്, നല്ല ടാക്ടൈലാണ്. അതേപോലെ തന്നെ നടുവിലൊരു ഡയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഒരു ഓക്കെ ബട്ടണും താഴെ ഒരു ക്വാർട്ടറേജിൻ്റെ സ്ക്രൂ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തന്നെയാണ് മെമ്മറി കാർഡും അതേപോലെ തന്നെ ബാറ്ററിയും വരുന്നത്. റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു മിനി HDMI പോർട്ടും അതേപോലെ തന്നെ ഒരു USB പോർട്ടും പിന്നെ ഒരു 3.5mm ജാക്കുടെ ഒരു മൈക്ക് പോർട്ടുമാണ്. ബാറ്ററി ചാർജ് ചെയ്യുന്നതും സെയിം USB വെച്ച് തന്നെയാണ്. ഫ്രണ്ടിലായി ഒരു തം ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഡിസൈൻ വളരെ കോമ്പാക്റ്റ് ആണ്, പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന ഒരു സൈസും തന്നെയാണ്. പിന്നെ ദ മെയിൻ ഫീച്ചർ ഫ്ലിപ്പബിൾ സ്ക്രീൻ. എത്ര എക്സ്പാൻഡ് ചെയ്താലും നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസ് തന്നെയാണ്. 4K റെക്കോർഡിംഗ് അവൈലബിൾ ആണ് അറ്റ് 30 frames/second. അതേപോലെ തന്നെ റെക്കോർഡിംഗ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. അതായത് ബാറ്ററി തീരുന്നത് വരെയോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഔട്ട് ആകുന്നത് വരെ നമുക്ക് കണ്ടിന്യൂസ്ലി റെക്കോർഡ് ചെയ്യാവുന്നതാണ്. കൂടെ കിട്ടിയ ബ്ലൂടൂത്ത് ട്രൈപോഡിൽ ഒരു ബാറ്ററിയും അതേപോലെ തന്നെ ട്രൈപോഡ് ക്യാരി ചെയ്യാനുള്ള ഒരു കേസുമാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറയ്ക്ക് കേസ് കിട്ടിയില്ല, പക്ഷേ ഇവിടെ നമുക്ക് ട്രൈപോഡിന് ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. കണക്ഷൻ ഈസി ആയിരുന്നു. ഫോട്ടോ ബട്ടണും അതേപോലെ തന്നെ സൂം ഇൻ ബട്ടണും അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയറിംഗ് പെട്ടെന്ന് നടക്കും. ഇതിൽ തന്നെ എല്ലാ വേണ്ട കൺട്രോൾസും ഉണ്ട്. അതായത് റെക്കോർഡ്, ഫോട്ടോ, സൂം ഇൻ, സൂം ഔട്ട്, ലോക്ക് ഫീച്ചറും പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് zv1 ബട്ടണും. ഇതിൻ്റെ കൺട്രോൾ വളരെ ഈസിയാണ്. ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് നമ്മൾക്ക് തിരിക്കാം. അതായത് ബോത്ത് ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റ് മോഡിലും നമുക്ക് ക്യാമറ പൊസിഷൻ മാറ്റാവുന്നതാണ്. ഇതൊരു റിമോട്ട് മാത്രമല്ല, ഇത് നമ്മൾക്കൊരു ട്രൈപോഡുമായി നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ മുകളിൽ മറ്റൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ടിൽറ്റും പാനും ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും വളരെ ഈസിയാണ്. ക്യാമറയുടെ 1/4 ഇഞ്ച് സ്ക്രൂവിൽ ജസ്റ്റ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, വി ആർ ഡൺ. നമ്മൾക്കിത് 360 ആക്സിസിൽ നമ്മൾക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സെൽഫി വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് ഈ ഒരു ക്യാമറയ്ക്ക് ഘടിപ്പിക്കണമെന്നില്ല. നമുക്കിതൊരു റിമോട്ട് കൺട്രോൾ ഫോർ ഫോട്ടോ ആൻഡ് വീഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ സ്റ്റാൻഡേർഡും ആക്റ്റീവും ഉണ്ട്. അതിൽ ആക്റ്റീവ് മോഡിൽ ചെറിയൊരു ക്രോപ്പിംഗ് ഉണ്ടാകുന്നതാണ്. സ്റ്റാൻഡേർഡിൽ ക്രോപ്പിംഗ് ഒന്നും തന്നെ ഇല്ല. നമ്മൾക്കിത് പവർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് പവർ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പവർ സോഴ്സിൽ കണക്ട് ചെയ്ത് അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോണിയുടെ ഫോക്കസിങ്ങുടെ കാര്യത്തിൽ ഐ ആം കോൺഫിഡൻറ്റ്. അതായത് എനിക്ക് ഒട്ടും തന്നെ പേടിയില്ല. അതുകൊണ്ട് തന്നെ ടോപ്പ് ഡൗൺ ക്യാമറയായി എനിക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഫോക്കസിനെ കുറിച്ച് ഒരു ടെൻഷനുമില്ല. സ്ക്രീൻ ടിൽറ്റബിൾ ആണ്. മോണിറ്റർ ചെയ്തുകൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാം. കൂടാതെ ഫോക്കസിങ്ങിൻ്റെ ഒരു പേടിയും തന്നെ വേണ്ട. വൈഫൈ ഇനേബിൾഡ് ആണ്. ഇമേജിംഗ് എഡ്ജ് എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഈസിയായി സിങ്കർണൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തതാണ്, അതായത് കൈൻമാസ്റ്റർ ഉപയോഗിച്ച്. സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും അതേപോലെ തന്നെ ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആക്റ്റീവിൽ ചെറിയൊരു ക്രോപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് അടിപൊളി സ്റ്റെബിലൈസേഷനാണ്. ഇപ്പോൾ സ്റ്റഡി ഷോട്ട് സ്റ്റാൻഡേർഡിലാണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കണ്ണ് വെച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാനുണ്ട് ഞാനിനി സ്റ്റഡി ഷോട്ട് ആക്റ്റീവ് ആക്കാം. യെസ്, ഇപ്പോൾ സ്റ്റഡി ഷോട്ട് ആക്റ്റീവാണ്. സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും, അതുപോലെ കുറച്ചുകൂടെ ക്രോപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, മൈക്ക് ടെസ്റ്റ് 1 2 3, മൈക്ക് ടെസ്റ്റ് 1 2 3. ഇത് നമ്മൾക്ക് ആ വിൻഷീൽഡ് അല്ലെങ്കിൽ ആ വിൻസ്ക്രീൻ ഒന്ന് അതിൽ നിന്ന് അയച്ചിട്ട് നോക്കാം. ഇപ്പോൾ വിൻസ്ക്രീൻ ഇല്ലാണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അതായത് ഡയറക്റ്റ്ലി ഫ്രം ദ ക്യാമറ മൈക്ക്. എങ്ങനെയുണ്ട്? മൈക്ക് ടെസ്റ്റ് 1 2 3, മൈക്ക് ടെസ്റ്റ് 1 2 3. അതായത് നമ്മൾ സബ്ജക്റ്റിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ബാക്കിയെല്ലാം എന്ത് ചെയ്യും? ബ്ലർ ചെയ്യും, ബാക്കിയെല്ലാം ഓവർ റൈഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അടിപൊളിയാണ്. മാനുവൽ ഫോക്കസിങ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അതായത് അൾട്രാ സ്ലോ മോഷൻ ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് 960 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 420 പിക്സലിൽ എടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്ന എല്ലാ വീഡിയോ സാമ്പിൾസും അതുപോലെ തന്നെ ഫോട്ടോ സാമ്പിൾസും ഗൂഗിൾ ഡ്രൈവിലാക്കി ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളെ ക്ലാരിറ്റി, അതായത് യൂട്യൂബിനേക്കാൾ പെർഫെക്റ്റ് ക്ലാരിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ബ്രൈറ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ബിൽറ്റ് ഇൻ ND ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ടാപ്പ് കൊണ്ട് നമുക്ക് ND ഫിൽറ്റർ ഓണും ഓഫും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു നല്ല ഫീച്ചറായി എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വിൻഡ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുള്ളത്, അതായത് കടപ്പുറത്തെ നല്ലൊരു കടലിൻ്റെ കാറ്റുണ്ടാവും. അപ്പോൾ ആ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പോൾ ഞാൻ കടപ്പുറത്ത് നിന്നാണ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിൻഡ് റിഡക്ഷൻ ഓണാണ്, അതായത് വിൻഡ് നോയ്സൊക്കെ ഒരുപാട് ക്യാൻസലായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഡീഫോക്കസ് സ്റ്റേറ്റ് ഓണാണ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഓണാണ്. ഓക്കെ, ഫുള്ളി ഓട്ടോമാറ്റിക്കാണിത്. അതായത് ND ഫിൽറ്ററൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ. അതേപോലെ ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ആവും. ഇൻ്റലിജൻറ്റ് ഓട്ടോ മോഡാണിത്. ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. ആദ്യം തന്നെ കണ്ണാണ് നമ്മളെ പ്രയോറിറ്റി, പിന്നെയാണ് ഫേസ്. അതായത് ആ ഫോക്കസ് സ്വിച്ച് ചെയ്യുന്ന സ്പീഡ് ഒത്തിരി ഫാസ്റ്റാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് പ്രൊഡക്റ്റ് ഷോക്കേസ് മോഡ്. അതായത് ഇവിടെ ഫേസ് അല്ല പ്രയോറിറ്റി, അതായത് ക്യാമറയുടെ നിയറസ്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും മോസ്റ്റ് പ്രയോറിറ്റി. ഇനി കുറച്ച് പിക്ചേഴ്സ് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായി അറിയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഒരു എഫോർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ക്യാമറ എടുത്തത്. അതായത് ഇനിയുള്ള വീഡിയോസൊക്കെ പക്ക ക്വാളിറ്റിയിൽ നിങ്ങൾ കാണണം. മൈ സബ്സ്ക്രൈബർ ഏറ്റവും ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെ കാണണം എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു അപ്ഗ്രേഡേഷനൊക്കെ. അപ്പോൾ നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയും വേണം, കാരണം നിങ്ങളെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഫ്യൂച്ചറിലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം. സോ കീപ് സബ്സ്ക്രൈബിങ്, ഐ മീൻ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ till the next time, it's me Farhan bin Fazil signing out. Bye bye guys. അതേപോലെ ഈ വീഡിയോ പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പർച്ചേസ് ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി വാങ്ങാവുന്നതാണ്. സോ see you guys.